ഇന്ത്യയെപ്പോലെ ഇത്രയും വലുപ്പവും എന്തോരം വൈവിധ്യങ്ങളുമുള്ള ഒരു രാജ്യത്തെ എങ്ങനെയാവും ഭരിക്കുന്നത്? ശരിക്കും വലിയൊരു ചോദ്യമാണല്ലേ? ഇന്ന് നമ്മൾ ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ശരി, നമുക്കൊരു ചെറിയൊരു പസിലിൽ നിന്ന് തുടങ്ങിയാലോ? 2011 ഇന്ത്യൻ സെൻസസ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1300-ൽ അധികം വ്യത്യസ്ത ഭാഷകൾ ആളുകൾ അവരുടെ മാതൃഭാഷയായി പറയുന്നുവെന്നാണ്. ഒന്നോർക്കണം, ഇത് വെറും ഡയലക്റ്റുകളല്ല, ശരിക്കും വേറെ വേറെ ഭാഷകളാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ആ ഒരു വലുപ്പം അത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളെക്കാളും വലുതാണ്. ഉത്തർപ്രദേശിന്റെ കാര്യം തന്നെ എടുക്കാം. അവിടത്തെ ജനസംഖ്യ റഷ്യയേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് രാജ്യങ്ങൾക്കുള്ളിലെ രാജ്യങ്ങളെക്കുറിച്ചാണ്, അല്ലേ? അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോ സ്വാഭാവികമായും നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരും. ഒരു ഭൂഖണ്ഡം പോലെ തോന്നിക്കുന്ന ഇത്രയും വലിയൊരു രാജ്യത്തെ എങ്ങനെയാണ് ഭരിക്കുന്നത്? ഇത്രയധികം സങ്കീർണതകൾ ഒരൊറ്റ ഗവൺമെന്റിന്റെ കീഴിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനുള്ള ഉത്തരമാണ് ഫെഡറലിസം എന്ന ആശയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. ആ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളായി പറഞ്ഞാല് അധികാരം പങ്കുവയ്ക്കുന്ന ഒരു പ്രത്യേക രീതിയാണിത്. എന്താണിതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോ ഫെഡറലിസം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ അത് എന്തല്ല എന്ന് നോക്കുന്നതാണ് എളുപ്പം. ഒരു യൂണിറ്ററി സിസ്റ്റം, അതായത് ഏകാത്മക സമ്പ്രദായം. അവിടെ എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലായിരിക്കും. എന്നാൽ ഫെഡറലിസം അങ്ങനെയല്ല. അത് അധികാരത്തെ പല തട്ടുകളായിട്ട്, പല ലെവലുകളായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ദേശീയതലം, സംസ്ഥാനതലം എന്നിങ്ങനെ പല ലെവലുകളിലുള്ള ഗവൺമെന്റുകളെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഓരോ ലെവലിനും അവരവരുടേതായ ഇൻഡിപെൻഡന്റായ അധികാരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഒരു നല്ല ഫെഡറൽ സിസ്റ്റത്തിന് കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചറുകളുണ്ട്. രണ്ടോ അതിലധികമോ ഗവൺമെന്റുകൾ, ഓരോന്നിനും അവരുടേതായ അധികാരപരിധി. ഭരണഘടന തന്നെ ഈ അധികാരങ്ങൾ ഉറപ്പു നൽകുന്നു. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എല്ലാവരുടെയും സമ്മതം വേണം. അങ്ങനെ ഇതെല്ലാം ചേരുമ്പോഴാണ് ആ അധികാരത്തിന് ഒരു ബാലൻസ് കിട്ടുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കരാറ് പോലെ. പക്ഷെ ഈ ഫെഡറേഷൻ ഉണ്ടാകുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല കേട്ടോ. ഇതിന് പ്രധാനമായും 2 വഴികളുണ്ട്, അല്ലെങ്കിൽ 2 രീതികളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. അതായത് സ്വതന്ത്രമായി നിൽക്കുന്ന കുറേ സ്റ്റേറ്റുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ രാജ്യം രൂപീകരിക്കുന്നു. കൂടുതൽ സുരക്ഷയ്ക്കും ശക്തിക്കും വേണ്ടി. USA, ഓസ്ട്രേലിയ ഒക്കെ ഉദാഹരണമാണ്. രണ്ടാമത്തേത് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. ഇവിടെ ഇന്ത്യയെപ്പോലെ വലിയ ഒരു രാജ്യം അവിടുത്തെ വൈവിധ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അധികാരത്തെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമിടയിൽ വിഭജിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ ആ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് പെടുന്നത്. അതായത് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. ഇതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയുടെ ഈ ഫെഡറൽ സിസ്റ്റം വിജയിച്ചത് അത്ര എളുപ്പത്തിലൊന്നുമല്ല. ചില വലിയ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചാണ് അത് നിലനിൽക്കുന്നത്. അതിന് നമ്മുടെ ഭരണഘടന വളരെ ബ്രില്യൻ്റായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അധികാരങ്ങളെ വ്യക്തമായി 3 ലിസ്റ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലെ കാര്യങ്ങളിൽ കേന്ദ്രം മാത്രം നിയമമുണ്ടാക്കും. സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാനങ്ങൾക്കും. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ 2 പേർക്കും നിയമമുണ്ടാക്കാം. ഇതുകൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷനുകളും തർക്കങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇന്ത്യ നേരിട്ട ആദ്യത്തെ വലിയ ടെസ്റ്റ് എന്തായിരുന്നു എന്നറിയാമോ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നു അത്. രാജ്യം പല കഷ്ണങ്ങളായി പോകുമെന്ന് പലരും പേടിച്ചു. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഇത് രാജ്യത്തെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. ഭരണം കൂടുതൽ എളുപ്പമാവുകയും ചെയ്തു. രണ്ടാമത്തെ ടെസ്റ്റ് ലാംഗ്വേജ് പോളിസി, അതായത് ഭാഷാ നയമായിരുന്നു. ഏതെങ്കിലും ഒരു ഭാഷയെ രാഷ്ട്രഭാഷയായി അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചില്ല. പകരം ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കുന്നതിനോടൊപ്പം മറ്റ് ഭാഷകളെ ഭരണഘടന അംഗീകരിച്ചു. ഇത് വലിയൊരു നീക്കമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലൊക്കെ കണ്ടതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെയുമുണ്ടാകുമായിരുന്നു. ഈ കണക്കുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്, ശരിയാണ്. പക്ഷേ അതുപോലും ജനസംഖ്യയുടെ 44% താഴെ ആളുകളുടെ മാതൃഭാഷയാണ്. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, ഈ ഒരു ഭാഷ എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ?
ഇനി മൂന്നാമത്തെ ടെസ്റ്റ് അത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചായിരുന്നു. ഈ പവർ ഡൈനാമിക്സ് കാലത്തിനനുസരിച്ച് എങ്ങനെ മാറി എന്നതിനെക്കുറിച്ചാണ്. ഈയൊരു ചോദ്യം ഒരു പഴയ രാഷ്ട്രീയ കാർട്ടൂണിൽ നിന്നുള്ളതാണ്. സംസ്ഥാനം ഒരു ഭിക്ഷാപാത്രവുമായി കേന്ദ്രത്തിലേക്ക് പോകേണ്ടതുണ്ടോ? ഇത് ആ പഴയ കാലത്തെ അവസ്ഥ കൃത്യമായി കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും കേന്ദ്രത്തെ ആശ്രയിച്ചു നിൽക്കേണ്ടി വരുന്ന സംസ്ഥാനങ്ങൾ. പക്ഷേ 1990കൾക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. കൂട്ടുകക്ഷി ഭരണത്തിന്റെ കാലം വന്നു. അതോടെ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ വില വന്നു. ഇത് അധികാര പങ്കുവെപ്പിന്റെ ഒരു പുതിയ സംസ്കാരത്തിന് തന്നെ തുടക്കമിട്ടു. സംസ്ഥാനങ്ങളുടെ അധികാരത്തെയും അവകാശങ്ങളെയും കേന്ദ്രം കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങി. അപ്പൊ കേന്ദ്രം, സംസ്ഥാനങ്ങൾ, ഈ രണ്ട് തലത്തിലുള്ള ഭരണം ഓക്കെ. പക്ഷേ ഇന്ത്യയെപ്പോലെ വലിയൊരു രാജ്യത്ത് ഭരണം ശരിക്കും സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ ഈ രണ്ട് തട്ടുകൾ മാത്രം പോരാ. അധികാരം ഇനിയും താഴേക്ക്, ഗ്രാമങ്ങളിലേക്ക് വരെ എത്തണം. അവിടെയാണ് ഡീസെൻട്രലൈസേഷൻ അഥവാ അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രസക്തി. സിമ്പിളാണ് ആശയം. ഓരോ നാട്ടിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ലത് അവിടുത്തെ ആളുകൾക്ക് തന്നെയാണ്. അവർക്കതിനുള്ള അധികാരവും വേണം. അതിനുവേണ്ടി 1992 ഒരു വലിയ ഭരണഘടനാ ഭേദഗതി തന്നെ കൊണ്ടുവന്നു. അതോടെ ഈ മൂന്നാമത്തെ തട്ടിലുള്ള ഭരണം, അതായത് നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുമൊക്കെ ശരിക്കും ശക്തമായി. കൃത്യമായ ഇലക്ഷൻ നടത്തണം, സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും സീറ്റ് സംവരണം വേണം, സംസ്ഥാനങ്ങൾ അധികാരവും പണവും താഴെത്തട്ടിലേക്ക് കൊടുക്കണം. അങ്ങനെ ഒരുപാട് നിർബന്ധിത മാറ്റങ്ങൾ വന്നു. ഇതിന്റെയൊക്കെ ഫലം എന്താണെന്നറിയാമോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പരീക്ഷണം. ഏകദേശം 36 ലക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ളത്. ഒന്നാലോചിച്ചു നോക്കൂ, പല രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ ഒരൊറ്റ നമ്പർ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഫെഡറലിസം, ഇന്ത്യയിലെ അതിന്റെ രീതികൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഫെഡറലിസത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമപുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. രാജ്യത്തിന്റെ ഐക്യത്തെയും ഓരോ നാടിന്റെയും വൈവിധ്യത്തെയും ഒരുപോലെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു നിരന്തരമായ ബാലൻസിംഗ് ആക്ടാണ്. അപ്പോ ഇത് നമ്മളെ അവസാനത്തെ ഒരു ചിന്തയിലേക്ക് എത്തിക്കുകയാണ്. ഭിന്നതകൾ കൂടിക്കൂടി വരുന്ന ഈ ലോകത്ത് ഒരുപക്ഷേ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനുള്ള ഏറ്റവും നല്ല വഴി അധികാരത്തെ വിവേകപൂർവ്വം പങ്കുവെക്കുന്നതായിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?